നമസ്കാരം, സ്ട്രെയിറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഗൾഫ് മലയാളിയുടെ ജീവിത വഴിത്താരയിലെ ഓരോ മുഹൂർത്തങ്ങളെ മുൻനിർത്തിയുള്ള അർത്ഥവത്തായിട്ടുള്ള സംവാദം, നേർവഴിക്കൊരു ചർച്ച, അതാണ് സ്ട്രെയിറ്റ് ടോക്ക്. സ്ട്രെയിറ്റ് ടോക്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഗൾഫ് മലയാളിയുടെ പുനരധിവാസം. പുനരധിവാസം എന്നുള്ള പദാവലിക്ക് ഒരുപക്ഷെ പതിറ്റാണ്ടുകളുടെയും നൂറ്റാണ്ടുകളുടെയും ചരിത്രമുണ്ട്, പശ്ചാത്തലമുണ്ട്. നമുക്കൊക്കെ ഓർമ്മ വച്ച കാലം മുതൽ കേട്ടു തുടങ്ങിയ ഒരു വാക്കാണിത്, ഗൾഫ് മലയാളിയുടെ പുനരധിവാസം. എന്താണ് യഥാർത്ഥത്തിൽ ഈ പദാവലി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ചോരയും നീരും പറ്റിയ ഗൾഫ് മലയാളിക്ക് ഭാവിയിലേക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും വക നൽകുന്നുണ്ടോ? എവിടെയാണ് നമുക്ക് പാകപ്പിഴ സംഭവിക്കുന്നത്? ഇതൊക്കെയാണ് ഈ ചർച്ചയിൽ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം. ചർച്ചയുടെ സമഗ്രതയ്ക്ക് വേണ്ടി പാനലിസ്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ ഗൾഫ് മലയാളികളെ പ്രദാനം ചെയ്തുകൊണ്ട് ഏതാനും വ്യക്തികളുടെ സാന്നിധ്യവും നമ്മുടെ സ്റ്റുഡിയോ മുറിയിലുണ്ട്. ചർച്ച നയിക്കുന്ന ആൾക്കാർ ശ്രീ ഐസക് ജോൺ പട്ടാടിപ്പറമ്പിൽ, ഡെപ്യൂട്ടി ബിസിനസ് എഡിറ്റർ, ഖലീജ് ടൈംസ്; സോഹിൻ റോയ്, സംവിധായകൻ, മറൈൻ ബിസ് TV; സജിത്, CEO, JRG സെക്യൂരിറ്റീസ്; ശ്രീ കമറുദ്ദീൻ, പ്രവാസി പ്രശ്നത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന വ്യക്തി. ഇവർക്കൊപ്പം വിവിധ സംഘടനകളെ പ്രദാനം ചെയ്യുന്ന ആൾക്കാർ, സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഗൾഫ് മലയാളിയുടെ ഒരു പരിച്ഛേദം എന്ന് വിളിക്കാവുന്ന ഒട്ടേറെ പേരുടെ സാന്നിധ്യം നമ്മുടെ ഓഡിയൻസ് പാനലിലുണ്ട്. ഐസക്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പുനരധിവാസം, എനിക്കൊന്നൊരു സിനിമ തന്നെയുണ്ട് പുനരധിവാസം എന്നുള്ള പേരിൽ. ഇത് നമുക്ക് കടുകട്ടിയായ ഒരു വാക്കാണോ അതെയോ ഒരു മരീചികയാണ്? ഇത് രണ്ടാമത് പറഞ്ഞാണ്, മരീചികയാണ്. കാരണം കഴിഞ്ഞ 31 വർഷമായിട്ട് ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഗൾഫ് NRIസിൻ്റെ റീഹാബിലിറ്റേഷനെ കുറിച്ച്. പല മന്ത്രിസഭകൾ മാറി വന്നു, പല ആൾക്കാർ ഇവിടെ വന്നു, പല വാഗ്ദാനങ്ങൾ നൽകി. പക്ഷേ കാര്യമായ രീതിയിലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഐസക് തന്നെ എനിക്ക് തോന്നുന്നു ഈ പുനരധിവാസം സംബന്ധിച്ച് എത്ര വാർത്ത ചെയ്തിട്ടുണ്ടാവും പത്രത്തിൽ? ഖലീജ് ടൈംസിലും ഖലീജ് ടൈംസിന്റെ ഒരു 1000 ദിവസത്തെ കോപ്പി നിറയ്ക്കാൻ പറ്റുന്ന വാർത്ത ചെയ്തിട്ടുണ്ടാവും. അന്നും എന്നും എന്നെ പറയാനുള്ളത് ഒരു കാര്യം, പലരും എതിർക്കുമായിരിക്കും. നമ്മുടെ ഈ പ്രവാസികളെ സംബന്ധിച്ചോളം പ്രവാസികളുടെ ആവശ്യമാണ്, അവകാശമല്ല. നമ്മൾ എന്തും ആവശ്യപ്പെട്ടാലും ഇതൊരു ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു അവകാശമായിട്ട് പറയാൻ ഒക്കത്തില്ല. നമുക്ക് ഇന്നത് തരണം. താങ്കൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളി സംഘടനകൾ ഇതൊക്കെ ഒരു അവകാശമായിട്ട് ഉന്നയിച്ചൊരു അവകാശ പോരാട്ടത്തിന്റെ വഴിയിലാണ് അതിനെ കാണുന്നത്? അങ്ങനെ കാണരുതെന്ന് കാണേണ്ടതില്ല. നമ്മുടെ ഒരു ആവശ്യമാണ്, സാധാരണ ഒരു പൗരൻ്റെ ആവശ്യം. വോട്ടവകാശം, നമുക്ക് നല്ല യാത്രാ സൗകര്യങ്ങൾ, നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം, അവിടെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സുരക്ഷ, നമുക്ക് ഒരു അനിശ്ചിതത്വം മാറിയുള്ളൂ. ഐസക്, അപ്പം ഇതിനകത്ത് ഐസക്കിന്റെ ഒരു പ്രതിപാദനത്തിൽ മുഴങ്ങുന്നത് ഇതിനെ ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ടുകൊണ്ട് മലയാളി സമീപിക്കേണ്ട ഒരു വിഷയമാണ്, അല്ലാതെ ഇതൊരു അവകാശമായിട്ട് സമരം ചെയ്യേണ്ട ഒരു പ്രശ്നമല്ല. അല്ല, തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയും NRIs പ്രവാസികൾ നമ്മുടെ വേർപ്പ് ഈ മരുഭൂമിയിൽ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പണം ഉണ്ടാക്കി നാട്ടിൽ അയച്ചു കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയാണ്, നമ്മുടെ ബാങ്ക് ബാലൻസ് കൂട്ടാനായിട്ടാണ്, നമുക്ക് നല്ല വീടുകൾ ഉണ്ടാക്കാനായിട്ടാണ്. അല്പം വിവാദം സൃഷ്ടിച്ചേക്കാവുന്ന. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്കൾ ഒരുപക്ഷെ സിനിമകളിലൂടെയും അല്ലാതെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ പല പ്രതലങ്ങളും ഈ ഒരു സംശയമായിട്ടുണ്ട്. എങ്ങനെ ഇതിനെ കാണുന്നത്? ഈ പ്രവാസിക്ക് ആരുടെയും സഹായം കൂടാതെ ഈ നാട്ടിൽ വരാനറിയാമെങ്കിൽ തിരിച്ചു പോയി സെറ്റിൽ ചെയ്യാനും അറിയാം. ഇത് ആരും പ്രത്യേകിച്ച് വഴി കാട്ടേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഈ ഒരു തീ കൊണ്ടാൽ കൈ പൊള്ളുമെന്നൊരു കൊച്ചുകുട്ടി അറിയുന്ന തീ ഒരിക്കൽ പൊള്ളുമ്പോഴാണ്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും പലതവണ പല രീതിയിലും ഈ കൈ പൊള്ളിയ ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്കറിയാം വ്യക്തമായിട്ട് ഉദ്ദേശിക്കുന്നത് വയസ്സായി കഴിഞ്ഞാൽ ഒരു സാമൂഹ്യ സുരക്ഷ വേണ്ടിവരും എന്ന് തിരിച്ചറിവുള്ള ആൾക്കാരാണ് ഇവര്. അതിനുവേണ്ടി സർക്കാർ ഒന്നും ചെയ്യേണ്ടതില്ല. അടുത്ത കാലത്ത് ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വെറുതെ എന്തിനാ പ്രതീക്ഷകൾ കൊടുക്കുന്നത്? അങ്ങനെ വലിയ പ്രതീക്ഷിക്കുന്ന ആവശ്യമില്ല. അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള രീതിയിൽ പ്രവാസികൾ തിരിച്ചു പോകട്ടെ, അവർ സെറ്റിൽ ചെയ്യട്ടെ. ഇതിനെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. ഇല്ല, ഇതിനുവേണ്ടി പലരും സമയം മെനക്കെടുത്തി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി വലിയ പ്രതീക്ഷയ്ക്ക് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ ഒന്നും മാറാൻ പോകുന്നില്ല. വളരെ ബ്ലണ്ടായിട്ടാണ് പറയുന്നത്. സജിത്ത്, താങ്കളൊരു സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, എങ്ങനെ ഇതിനെ കാണുന്നത്? നമുക്ക് ആഗോള സാമ്പത്തിക മാന്ദ്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വേൾഡ് മൊത്തം പിടിച്ചു കുലുക്കിയത് എന്നുള്ളത്. അതിനകത്ത് NRIs അനുഭവിച്ച പ്രശ്നങ്ങൾ വളരെ അധികമാണ്, നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഒരു NRI തിരിച്ചു പോകുമ്പോൾ, തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ അവർക്ക് അനിവാര്യമായിട്ട് വരുന്നു. ഒന്ന് അവരുടെ ആരോഗ്യ സംരക്ഷണം, രണ്ടാമത് അവരുടെ പെൻഷൻ. ഈ 2 കാര്യങ്ങളിൽ എപ്പോഴാണോ നമ്മൾ
മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് അത് വളരെയധികം ഇപ്പം ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലെ ആയിരിക്കും അയാൾ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ നല്ല രീതിയിൽ സജിത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് മലയാളി അവധാനതയോടെ അല്ലെങ്കിൽ ഗൾഫ് മലയാളി അല്ലെ പ്രവാസി അവന്റെ ഭാവിയെക്കുറിച്ച് ഒരു കരുതൽ, ഒരു സുരക്ഷ, ഒരു ജാഗ്രത ഇതൊന്നും പാലിക്കുന്നില്ല. അതിനകത്ത് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം, ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രവാസി മലയാളികൾക്ക് അവരുടെ ഒരു സുരക്ഷാ കമ്പനി ഉറപ്പുവരുത്തുന്നു, അതായത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു 6 മാസം കാലം അല്ലെങ്കിൽ 1 വർഷം എടുക്കുന്ന ഒരു ചികിത്സക്കായി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു ഇൻഷുറൻസിൻ്റെ രീതികൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേസമയം ഈ പ്രവാസികൾ നാട്ടിലെ മെഡിക്ലെയിം പോലെയുള്ള ആ ആരോഗ്യം സംരക്ഷിക്കുന്ന ആ പോളിസികൾ ഒന്നും എടുത്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ മലയാളികൾ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പൈസ കയ്യിൽ നിന്ന് ചെലവാക്കി അവിടെ ആ ഒരു ആരോഗ്യം സംരക്ഷിക്കേണ്ട ഒരു കാര്യം. ഞാനത് ഇതിനെ ഒരു അല്പം കൂടി വിശാലമായ ഒരു ക്യാൻവാസിൽ പ്ലേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. തിരിച്ചു വരാതേക്കാളും ശ്രീ ഖമറുദ്ദീൻ എങ്ങനെ കാണുന്നു? ഇവിടെ 2-3 വ്യക്തികൾ പറഞ്ഞു ഇതൊന്നും നിങ്ങളുടെ അവകാശമല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകണം. അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല, മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല, അവകാശമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. എങ്ങനെ ഖമറുദ്ദീൻ കാണുന്നു? ഞാൻ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത് കോടതി അലക്ഷ്യമായിട്ട് നിൽക്കുക. അതായത് ഞാൻ കൊടുത്ത കാര്യങ്ങളൊക്കെ സത്യത്തിൽ അംഗീകരിച്ചതിന് തുല്യമായി. കാരണം കോടതി ലക്ഷ്യം വന്നു. 2006 ഡോക്ടർ മൻമോഹൻ സിംഗ് ഹൈദരാബാദിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു. മൻമോഹൻ സിംഗ് പറഞ്ഞ എന്താണെന്ന് വിചാരിച്ചാൽ, ഇന്ന് കാണുന്ന ഇന്ത്യയെ, അദ്ദേഹം ഒരു പ്രവാസി കൂടിയാണ്. ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് വേൾഡ് ബാങ്കിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഫസ്റ്റിൽ ഇന്ത്യയുടെ ധനമന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ ഐ സല്യൂട്ട് ദ പീപ്പിൾ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത കണ്ടിട്ട് അത് ഇന്നും ഞങ്ങൾ ഓർക്കണം. ഞാൻ അതും കൂടി ഞാൻ ഈ അദ്ദേഹത്തിന് സമർപ്പിച്ചതിൽ ഇതിൽ വ്യക്തമായിട്ട് പറയാം. എന്താണ് താങ്കളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ കേരളം പോലുള്ള സംസ്ഥാനം ഈ വിദേശ ഫണ്ട് കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. 50 ആവശ്യങ്ങളാണ്. പ്രധാനപ്പെട്ട 2-3 ആവശ്യം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു നയമല്ല, പ്രവാസി നയമില്ല. കാർഷിക നയമുണ്ട്, പോലീസ് നയമുണ്ട്, ലോട്ടറിക്ക് നയമുണ്ട്, ചാരായം വിൽക്കാൻ നയമുണ്ട്, വേശ്യകൾക്ക് വരെ ഇപ്പോൾ അതിൻ്റെ നിയമങ്ങളും ഇതുകളും വന്നു തുടങ്ങി. പ്രവാസിക്കൊരു നയം, ഒരു നിയമം, ഒരു അംഗീകാരമില്ല. വേശികളുടെ കൂട്ടത്തിൽ പ്രവാസി ഉൾപ്പെടുത്തരുത്. അല്ല ഞാനൊരു ഇത് പറഞ്ഞു തന്നെ, ഞാൻ കൃഷിക്കാരൻ പറഞ്ഞല്ലോ ആദ്യം. അതിലും അതിപ്പോ അങ്ങനെയല്ല. എല്ലാവരും ഇവിടെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശമല്ല. ഇതൊക്കെ നിങ്ങൾ പണം ഉണ്ടാക്കാൻ ഇവിടെ വന്നു, നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എങ്ങനെ നിങ്ങളത് അവകാശമായി കാണുമെന്ന് ഐസക് ചോദിച്ചു. ഈ തൈക്കാട് ഗ്രാമപഞ്ചായത്ത്, ഗുരുവായൂർ തൈക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരിൻ്റെ അടുത്തുള്ള ഇതുണ്ട്. ഇതിൽ ഞാൻ 10 വാർഡിലും കൂടിയിട്ട് സർവേ, ഞാൻ 6 മാസം ആ വീട്ടുകളിൽ നടന്നിട്ട് സർവേ ചെയ്ത സർവേകൾ എൻ്റെ ഇതേമാതിരി സർവേ ലോകത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ആ പഞ്ചായത്തിൽ 81% കുടുംബങ്ങൾ ജീവിക്കുന്നത് ഈ വിദേശ ആൾക്കാരുടെ വരുമാനം കൊണ്ടാണ്. ഒരു സിനിമാ തിയേറ്റർ പോലും ആ പഞ്ചായത്തിലില്ല, പ്രത്യേകം വരുമാനം കിട്ടും. 1400 വീടാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവാസികൾ മാത്രമായിട്ട് ആ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 1400 വീട്. അത് എത്ര കോടി തൊഴിലവസരങ്ങൾ ആ പഞ്ചായത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ടെന്നോ? ഐസക് പറഞ്ഞതിലേക്ക് വരൂ. ഐസക്കിന്റെ കാഴ്ചപ്പാടല്ലോ പറയണത്. കാരണം ചില വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ കൊടുത്ത കാര്യങ്ങൾ കോടതി അംഗീകരിച്ചു. അപ്പൊ ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടില്ല. ഈ ഐസക്കിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യമില്ലേ? ഐസക്കിനെ പോലെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടല്ലോ. അദ്ദേഹം അതായിട്ട് നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ, അതിപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്നും കൂടെ നമുക്കറിയാം.